പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യോഹന്നാൻ 1:36 മുതലുള്ള വാക്യങ്ങൾ. യേശു നടന്നു വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞു അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഇപ്പൊ യോഹന്നാൻ്റെ 2 ശിഷ്യന്മാരോട് കൂടെ നിൽക്കുന്ന സമയത്ത് യേശു അതുവഴി കടന്നു വരികയാണ്. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. അപ്പോൾ യേശു തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഈ ചോദ്യം ക്രിസ്തു നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നതായി എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? എന്നെ ഫോളോ ചെയ്യുന്നത് വഴി, ഒരു ക്രിസ്തു അനുയായി ആകുന്നത് വഴി നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ? നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ നമ്മൾ പലരും പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത്. പലരും രോഗശാന്തിക്ക് വേണ്ടി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. സമ്പത്തിന് വേണ്ടി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. സമാധാനത്തിനു വേണ്ടി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കാൻ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. ധനമോഹത്താൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഐശ്വര്യവുമൊക്കെ വരാൻ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും മാറുന്നതിന് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. ഇത് ചുമ്മാ ഒരു സ്റ്റൈലിന് മറ്റുള്ളവരെ കൊണ്ടൊക്കെ നല്ലത് പറയിപ്പിക്കാൻ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ അനുഗമിക്കുന്നത് എന്ന ചോദ്യം എന്നോട് തന്നെ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ ചോദ്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. എന്തിനാണ് നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത്? ഇപ്പോൾ സങ്കീർത്തനം 63:1, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ 1 മിനിറ്റ്, ലൈറ്റ് ഇത്തിരി കുറവാണ്. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കാം. സങ്കീർത്തനം 63:1 മുതൽ, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. വീണ്ടും യോഹന്നാൻ 4:13, യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അതിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും.
അപ്പോൾ ഇത് സമറിയക്കാരിയായ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികരുണ്ടാക്കിയ കിണറുണ്ട്, നമുക്ക് അവിടെ നിന്ന് ജലം കിട്ടും. അപ്പോൾ കർത്താവ് അവളോട് പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. അതായത് ഈ ലോകം നമുക്ക് നൽകുന്ന ജലം, അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള നൈമിഷികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു വലിയ ഹോട്ടലിൽ പോയി നമ്മൾ ലഞ്ച് കഴിച്ചു, ഒരു നൈമിഷികമായ സുഖം. കുറച്ച് കഴിച്ചു കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിയുന്നതോടുകൂടെ അതിൻ്റെ ആർഭാടം കഴിഞ്ഞു, അതിൻ്റെ സന്തോഷം കഴിഞ്ഞു. നമ്മൾ മുന്തിയ മദ്യം കഴിക്കുന്നു. ആ കഴിക്കുന്ന സമയത്ത് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കിക്കും കുറേ വാചകമോടിയൊക്കെ നടക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം അവിടെ അസ്തമിക്കുന്നു. നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് ഒരു വലിയ വീട് പണിയുന്നു. അത് ഹൗസ് വാമിങ് കഴിഞ്ഞൊരു 5-6 മാസം കഴിയുന്നതോടുകൂടെ അതിൻ്റെ സന്തോഷം അസ്തമിക്കുന്നു. നമ്മളൊരു വലിയ കാറ് മോഹിച്ചു വാങ്ങിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് ചെളിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ത്രില്ല് അവിടെ കഴിയുന്നു. ഈ ലോകം നൽകുന്ന എല്ലാത്തിൻ്റെ സന്തോഷവും നൈമിഷികമാണ്. അതേസമയം കർത്താവ് പറയുന്നു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ഈ ജലം അതിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി ആകും. അപ്പോൾ നമ്മുടെ ഈ ജഡം ടെമ്പററി, ആത്മാവാണ് നിത്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ജഡത്തിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ മൊമെൻ്ററിയാണ്, നൈമിഷികമാണ്. അതേസമയം ക്രിസ്തുവിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവനെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ, സ്വന്തം ജീവൻ ക്രിസ്തുവിന് സമർപ്പിക്കുന്നവനിൽ ക്രിസ്തു നൽകുന്ന ജലം, ആ വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഇവിടെ നമ്മൾ പറയുന്നത് പരിശുദ്ധാരൂപിയെക്കുറിച്ചാണ്. പരിശുദ്ധാരൂപിയുടെ അഭിഷേകം സിദ്ധിക്കുന്നവന് പിന്നീട് ഒരിക്കലും ആത്മീയമായി ദാഹിക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദാഹത്തിന് അറുതി വരികയും നമ്മളിൽ നല്ല നല്ല വിചാരങ്ങൾ മുളപൊട്ടുകയും നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധ അരൂപിയാണ്. ലോകം നമുക്ക് നൽകുന്നത് ദുഷ്ട അരൂപിയാണ്. അപ്പോൾ പരിശുദ്ധാരൂപി ലഭിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഞാൻ നൽകുന്ന പരിശുദ്ധ ആത്മാവ് അവനെ നിത്യജീവന് യോഗ്യനാക്കും. പരിശുദ്ധാരൂപി നമ്മളിൽ വന്നു കഴിയുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തികൾക്ക് നമ്മളെ കീഴടക്കാൻ ബുദ്ധിമുട്ടാവുകയും നമ്മൾ നിത്യജീവൻ ലാക്കാക്കി ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്യും.
വീണ്ടും യോഹന്നാൻ 4:23 ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സത്യത്തിൽ, സത്യമെന്താണ്? വചനം. സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു. അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. വലിയൊരു പാഠമാണത്. ഈ ലോകത്തിൽ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്. ഇതിൽ എത്ര ക്രിസ്ത്യാനികൾ അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ആയിട്ടുള്ളവരുണ്ട്? എത്ര പേർക്ക് പേഴ്സണൽ ആയിട്ട് ഒരു ഒരു ബൈബിളുണ്ട്? കുടുംബത്തിൽ ബൈബിളൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് മൊബൈൽ ഫോണുണ്ട്, സ്റ്റഡി റൂം ഉണ്ടാകാം, ബെഡ്റൂം ഉണ്ടാകാം, പേഴ്സണലായിട്ട് നമുക്ക് ലാപ്ടോപ്സ് ഉണ്ടാകാം. എത്ര പേർക്ക് പേഴ്സണലായിട്ടൊരു ഒരു ബൈബിളുണ്ട്? എത്ര പേർ സ്വന്തമായി ആ ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്? ഇത് ചെയ്യാതെ നമുക്ക് യഥാർത്ഥ ക്രിസ്തു അനുയായികളാകാൻ സാധിക്കുകയില്ല എന്ന് ഈ വചനങ്ങൾ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്ത വചനങ്ങൾ നമ്മോട് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവർ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാരൂപി സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാരൂപി നമ്മളിൽ ആളിക്കത്തും. ഓൾറെഡി പരിശുദ്ധാരൂപി എല്ലാ ക്രിസ്തു അനുയായികളിലുമുണ്ട്. വചനം വായിക്കുകയും ധ്യാനിക്കുകയും അപ്രകാരം ചെയ്യുമ്പോഴും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ പരിശുദ്ധാരൂപി നമ്മളിൽ ജ്വലിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ സത്യക്രിസ്ത്യാനികളാവുകയും, അപ്പോൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന സമയം വരികയും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുകയും നമ്മൾ നിത്യജീവന് അർഹത നേടുകയും ചെയ്യും. ഇതിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിക്കുന്നത്. അനുദിനം നമുക്ക് വചനത്താൽ സ്നാനപ്പെടാം. നമ്മിലെ പാപക്കറകൾ എല്ലാം മാറിപ്പോകട്ടെ. വചനത്താൽ ജ്വലിച്ച് നമുക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി ഈ ലോകത്തിൽ പ്രകാശം പരത്തി നമുക്ക് നമ്മുടെ ജീവിതത്തെ അതെന്തിനു വേണ്ടി ദൈവം നമുക്ക് തന്നുവോ അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു വെളിപാടും ജ്ഞാനവും കർത്താവ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമേൻ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.